നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്പർ 1 എന്ന് നമ്മൾ പുകഴ്ത്തുന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായിട്ട് നടക്കുന്ന പല തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള അനാസ്ഥകളും ചർച്ചയാവുകയാണ്. ഡോക്ടർമാർക്കെതിരെ ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ ജനങ്ങളുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. നെടുമങ്ങാടുണ്ടായ സംഭവമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളം ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഒരു വയറ്റിൽ ഒരു ഓപ്പറേഷൻ ഉപകരണം മറന്നുവെച്ച അതിനുശേഷം അതിനെക്കുറിച്ചൊരു ഡോക്ടർ പ്രതികരിച്ചിട്ടുള്ള പ്രസ്താവനയൊക്കെ തന്നെ വലിയ വിവാദങ്ങൾക്കാണ് വഴിതെളിയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ വീഴ്ചയുമായി ബന്ധപ്പെട്ട ഡോക്ടറെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങി ഡോക്ടർമാരുടെ സംഘടനയായ KGMOA. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ OP ബഹിഷ്കരിച്ചുകൊണ്ട് ഡോക്ടർമാർ പ്രതിഷേധിക്കുകയാണ്. OPയിൽ നാളെയും സേവനം ഉണ്ടായിരിക്കുകയില്ല. അതേസമയം ആറ്റുകാൽ പൊങ്കാല ഡ്യൂട്ടി ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിലാണ് ഡോക്ടർമാർ. മറ്റന്നാൾ തിരുവനന്തപുരത്തും OP ബഹിഷ്കരിക്കും. ഡോക്ടർ ബിന്ദു സുന്ദറിന്റെ സസ്പെൻഷൻ പിൻവലിക്കുക, സൂപ്രണ്ടിനെ കയ്യേറ്റം ചെയ്തവരെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയവയാണ് ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ. പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ നവജാത ശിശു മരിച്ച സംഭവത്തിലും ഡോക്ടർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചെന്നും വിദഗ്ധ അന്വേഷണത്തിലും കണ്ടെത്തിയിരുന്നു. സിസേറിയൻ ചെയ്യുന്നതിൽ കാലതാമസം ഉണ്ടായി എന്നതാണ് കണ്ടെത്തൽ. നേരത്തെ തീരുമാനമെടുക്കാമായിരുന്നുവെന്നും അന്വേഷണ സമിതി കണ്ടെത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 3 അംഗ സംഘത്തിൻ്റെതാണ് കണ്ടെത്തൽ. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തിനിടെ നവജാത ശിശു മരിച്ച സംഭവത്തിലും ഡോക്ടർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചതായി അന്വേഷണ റിപ്പോർട്ട്. സിസേറിയൻ നടത്തുന്നതിൽ വരുത്തിയ കാലതാമസമാണ് കുഞ്ഞിന്റെ മരണത്തിന് കാരണമായതെന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 3 അംഗ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ശസ്ത്രക്രിയ വേണമെന്ന തീരുമാനം നേരത്തെ എടുക്കാമായിരുന്നിട്ടും ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായെന്നും റിപ്പോർട്ടിലുണ്ട്. വിതുര ബണലി ആദിവാസി ഊരിലെ രഞ്ജന കൃഷ്ണയുടെ പെൺകുഞ്ഞ് ഫെബ്രുവരി 17 മരിച്ച സംഭവത്തിലാണ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെ അന്വേഷണം നടന്നത്. സംഭവത്തിൽ ബിന്ദു സുന്ദറിനെ നിലവിൽ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ചികിത്സാ പിഴവിന് പുറമെ ഡോക്ടർക്കെതിരെ ഉയർന്ന കൈക്കൂലി ആരോപണവും സസ്പെൻഷൻ നടപടിക്ക് കാരണമായി. രഞ്ജനയെ ഫെബ്രുവരി 17 രാവിലെ 4 മണിയോടെ ലേബർ റൂമിൽ പ്രവേശിപ്പിച്ചെങ്കിലും സിസേറിയൻ നടത്തിയത് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ്. ശസ്ത്രക്രിയ വൈകിയതാണ് കുഞ്ഞ് മരിക്കാൻ ഇടയാക്കിയതെന്ന് കുടുംബം തുടക്കം മുതലേ ആരോപിച്ചിരുന്നു. കുഞ്ഞ് മരിച്ച വിവരം അറിയിച്ച ശേഷം ഡോക്ടർ വിശദീകരണം നൽകാതെ ആശുപത്രിയിൽ നിന്ന് മടങ്ങിയതായി ബന്ധുക്കൾ പരാതിപ്പെട്ടു. പ്രസവത്തിനായി ബിന്ദു സുന്ദറിനെ കൈക്കൂലി നൽകിയതായും കുഞ്ഞിന്റെ പിതാവ് വെളിപ്പെടുത്തിയതും ആരോഗ്യവകുപ്പ് ഗൗരവത്തോടെയാണ് കണ്ടത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയെ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ജില്ലാ മെഡിക്കൽ ഓഫീസർ 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നിർദ്ദേശിച്ചു. യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ നടപടി. ഡോക്ടർക്കെതിരെ സമാനമായ ചികിത്സാ പിഴവ് ആരോപണങ്ങൾ മുൻപും ഉയർന്നിട്ടുള്ളതായും റിപ്പോർട്ടുകളുണ്ട്. ഗർഭസ്ഥ ശിശു മരിച്ചതിനെ തുടർന്ന് സസ്പെൻഷനിലായ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ബിന്ദു സുന്ദറിന്റെ ക്രൂരതകൾ വെളിപ്പെടുത്തിക്കൊണ്ട് യുവതി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഡോക്ടർ ബിന്ദു സിസേറിയൻ നടത്തിയപ്പോഴാണ് തനിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതെന്നും നെടുമങ്ങാട് സ്വദേശി ഹസ്ന ഫാത്തിമ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു. ജനനേന്ദ്രിയത്തിൽ മുറിവുണ്ടാക്കിയപ്പോൾ മലാശയം കൂടി മുറിഞ്ഞു. പ്രസവം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വേദന മാറാത്തതിനാൽ വീണ്ടും ആശുപത്രിയിലെത്തി. വേദന കൊണ്ട് കരഞ്ഞപ്പോൾ ഡോക്ടർ ബിന്ദു അഹങ്കാരി എന്ന് വിളിച്ചു. 2000 രൂപ കൈക്കൂലി കൊടുത്തപ്പോഴാണ് മുറിവിൽ മരുന്ന് വെച്ചത്. മലാശയം മുറിഞ്ഞതിനെ തുടർന്ന് 5 ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നു. 2025 ജൂൺ 19 പ്രസവം. മലാശയം 2.7 സെന്റിമീറ്ററാണ് മുറിഞ്ഞത്. യാത്ര ചെയ്തതിനാലാണ് മുറിവുണ്ടായതെന്നാണ് ഡോക്ടർ ബിന്ദു പറഞ്ഞത്. ഒടുവിൽ ഗുരുതരാവസ്ഥയിലായപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. അവിടെ മാത്രം 6 ലക്ഷം ചിലവായി. ചികിത്സയ്ക്കായി ഭർത്താവിന്റെ ഓട്ടോ വിറ്റു, ലോൺ എടുത്ു. ശരീരത്തിന് പുറത്ത് പിടിപ്പിച്ച ബാഗിലൂടെയാണ് ഇപ്പോൾ മലവിസർജനം. മകനെ ഒന്ന് എടുക്കാൻ പോലും കഴിയില്ല. മകന്റെ നൂലുകെട്ടും കാണാനായില്ല. അസ്നയുടെ പരാതിയിൽ ആരോഗ്യവകുപ്പ് നടപടിയെടുത്തില്ല. അതിനിടെയാണ് പ്രസവത്തിനിടെ വിതുര സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞ് മരിച്ച കേസിൽ ഡോക്ടർ ബിന്ദു സസ്പെൻഷനിലായത്. ശസ്ത്രക്രിയയ്ക്ക് വിധേയയായതോടെ ജനനേന്ദ്രിയത്തിലൂടെ ശരീരവിസർജ്യം പുറത്തേക്ക് പോകാൻ തുടങ്ങി. അതീവ ദുരിതാവസ്ഥയിലായി. ഇതിന് പരിഹാരമായിട്ടാണ് സ്റ്റോമ ബാഗ് വയറിന് പുറത്ത് ഘടിപ്പിച്ച് വിസർജ്യ വസ്തുക്കൾ പുറത്തെടുക്കാമെന്നായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം. ജൂലൈ 30 സ്റ്റോമ ബാഗ് ശരീരത്തിൽ ഘടിപ്പിച്ചു. എന്നിട്ടും ജനനേന്ദ്രിയത്തിൽ കൂടി വിസർജ്യം പുറത്തു വരുന്നത് തുടർന്നു. കുഞ്ഞിന് പാൽ കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി. സിസേറിയൻ കഴിഞ്ഞ് വാർഡിലേക്ക് മാറ്റി 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് തുന്നലിട്ട ഭാഗത്തുകൂടിയാണ് വിസർജ്യം പോകുന്നതെന്ന് തിരിച്ചറിയുന്നത്.
മുറിവുണങ്ങുമ്പോൾ ശരിയാകുമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ മുറിവ് ഉണങ്ങിയില്ല. 10ാം നാൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയപ്പോഴും സ്ഥിതി തുടർന്നു, ഒപ്പം കടുത്ത വേദനയും. ഒരാഴ്ച കഴിഞ്ഞും ഡോക്ടറെ കണ്ടപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല. ജൂലൈ 14 ഡോക്ടർ തന്നെ ആംബുലൻസ് വിളിച്ച് യുവതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയച്ചു. തുടർന്നാണ് സ്റ്റോമ ബാഗ് ഘടിപ്പിച്ചത്. സിസേറിയൻ സമയത്ത് ജനനേന്ദ്രിയത്തിന്റെ ഭാഗത്തുണ്ടാക്കിയ മുറിവ് ഭേദമായാൽ അതുവഴി വിസർജ്യം പുറത്തു വരുന്നത് നിലയ്ക്കും. എന്നിട്ട് ബാഗ് മാറ്റുമ്പോൾ വിസർജ്യം സാധാരണ രീതിയിൽ പുറത്തു പോകേണ്ടതാണ്. ഇതിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒക്ടോബർ 22 യുവതിക്ക് പ്ലാസ്റ്റിക് സർജറി നടത്തി. എന്നാൽ അതും ഫലം ചെയ്തില്ല. തുടർന്ന് കുടലിന്റെ കൂടുതൽ ഭാഗം ശരീരത്തിന് പുറത്ത് വയ്ക്കാനുള്ള ശസ്ത്രക്രിയ നവംബർ 5 ചെയ്തു. 11 വീട്ടിലെത്തിയിട്ട് വേദന കുറഞ്ഞില്ല. ഡിസംബർ 6 വീണ്ടും അഡ്മിറ്റായി. 23 വരെ ആശുപത്രിയിൽ തുടർന്നെങ്കിലും പരിഹാരമായില്ല. ജനനേന്ദ്രിയ ഭാഗത്ത് വീണ്ടും പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്നും അതിന് 3 മാസം കാത്തിരിക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. അതുവരെ വേദന സഹിക്കണമെന്നും പറഞ്ഞാണ് ഡിസ്ചാർജ് ചെയ്തത്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വയറിന്റെ ഇടതുഭാഗത്തുകൂടി പഴുപ്പൊലിക്കാൻ തുടങ്ങി. അസഹ്യമായ വേദന കാരണം യുവതി കടക്കിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അവിടെ വീണ്ടും ശസ്ത്രക്രിയ ചെയ്ത് സ്റ്റോമ ബാഗിന്റെ സ്ഥാനം മാറ്റി. ഇനിയും ചികിത്സ വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത്. സ്വകാര്യ ആശുപത്രിയിൽ തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ വലയുകയാണ് യുവതിയുടെ കുടുംബം. ഏതായാലും ഇപ്പോൾ ഇത് 1-2 സംഭവങ്ങളല്ല, നിരവധി സംഭവങ്ങളാണ് ഇത്തരത്തിൽ ഡോക്ടർമാരുടെയും ആശുപത്രി അധികൃതരുടെയും അനാസ്ഥ മൂലം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും കൂടുതൽ പരാതികൾ ഉയരുമോ? എന്താണ് ഇനി ഡോക്ടർമാർക്കെതിരെ, ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ള ഡോക്ടർക്കെതിരെ എടുക്കാൻ പോകുന്ന നടപടി എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്.